സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ നട്ടെല്ലായിരുന്ന ക്ഷീരമേഖല തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതും ലഭിക്കുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറയുന്നതും കർഷകരെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളിൽ ചിലതു മാത്രമാണ്. സാധാരണക്കാരനായ കർഷകന് 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 65 രൂപയിൽ കൂടുതൽ ചെലവ് വരുമ്പോൾ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ലിറ്ററിന് 43 രൂപ മാത്രമാണ്. ശാശ്വത പരിഹാരം കാണേണ്ട സർക്കാരാണെങ്കിൽ ചെലവ് കുറച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന മുടന്തൻ ന്യായീകരണമാണ് നൽകുന്നത്. അമൃത ന്യൂസ് സ്പെഷ്യൽ. ഒരു കാലത്ത് കന്നുകാലികളെ സമ്പന്നമായിരുന്ന നാട്ടിൻപുറത്തെ ചെറുകിട കർഷകർക്കുൾപ്പെടെ ഇന്ന് വിരലിലെണ്ണാവുന്ന കന്നുകാലികൾ മാത്രമാണ് ഉള്ളത്. പ്രതിസന്ധികളിൽ കുടുങ്ങി കന്നുകാലി വളർത്തലുമായി ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന സാഹചര്യത്തിലാണ് കർഷകരുള്ളത്. കാലിത്തീറ്റയുടെ വിലവർധന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ക്ഷീരമേഖലയുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുകയാണ്. ചൂടുകാലമായതുകൊണ്ടും പാലിൻ്റെ അളവിൽ വളരെ കുറവുണ്ട്, വളരെ കുറവുണ്ട്. ഇപ്പോൾ പശുവിൻ്റെ ചിലവിനാണെങ്കിലും അസുഖമാണെങ്കിലും ഈ സമയത്ത് വളരെ കൂടുതലാണ്. ചൂട് സംബന്ധമായിട്ട് അതിന് അണപ്പ്, വായിൽ നിന്ന് വെള്ളം വരിക, പിന്നെ ഭക്ഷണം കഴിക്കാതെ വരിക, ഭക്ഷണം ദഹിക്കാതെ വരിക, മൊത്തത്തിൽ ഇപ്പോൾ ആകെ പശുവിനെ വളർത്തൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായി വേനൽക്കാലത്ത്. ഞങ്ങൾക്ക് 6-7 പശുവിനെയൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ 2 എണ്ണം ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് അത് കുറച്ചു 2 എണ്ണം ഒക്കെ ആക്കി. പിന്നെ പശുവിന് അസുഖം വന്നതിൻ്റെ ചിലവുകൾ, ഡോക്ടർ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും ചിലവ് വളരെ അധികം. മാറിവരുന്ന കാലാവസ്ഥയും പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. കന്നുകാലികൾക്ക് രോഗം പിടിപെടുന്നതും അവയുടെ ചികിത്സാ ചിലവും പണ്ടത്തേതിനേക്കാൾ വർദ്ധിച്ചു. ഇക്കാലയളവിൽ നിരവധി ക്ഷീരസംഘങ്ങൾ പൂട്ടി. വർഷാവർഷം തോറും കന്നുകാലി വളർത്തൽ ഉപേക്ഷിച്ച് മറ്റു തൊഴിൽ തേടിപ്പോകുന്നവരുടെ എണ്ണവും ഇരട്ടിച്ചു. ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയത്തിലാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു തൊഴുത്തിലെ പണികളൊക്കെ കഴിഞ്ഞ് പാലൊക്കെ സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വില 45 രൂപയാണ് നിലവിൽ കിട്ടുന്നത്. നമുക്കിവിടെ വരുന്ന ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60 രൂപ അടുത്ത് നമുക്ക് 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിലവ് വരുന്നുണ്ട്. സർക്കാർ പറയുന്നത് 2 കൊല്ലത്തിനുള്ളിൽ ഇവിടെ സ്വയം പര്യാപ്തിയിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ സ്വയം പര്യാപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഇത്രയും ലക്ഷം ലിറ്റർ പുറത്തുനിന്ന് പാല് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ സംരംഭം ഇല്ലാതെ ഇതെങ്ങനെയാണ് സ്വയം പര്യാപ്തിയിൽ എത്തിക്കുക എന്നുള്ളത് അത് കണ്ടേ പറ്റൂ. ലോൺ എടുത്ത് കൃഷി ആരംഭിച്ച കർഷകർ ഏത് സമയത്തും കടം കയറുമെന്ന ഭയത്തിലാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും 1 ലിറ്റർ പാലിന് സൊസൈറ്റിയിൽ നിന്നും കുറഞ്ഞത് 70 രൂപയെങ്കിലും ലഭ്യമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് കർഷകരുടെ തീരുമാനം. അമിത ഉൽപാദന ചെലവും കന്നുകാലി തീറ്റയുടെ വിലവർധനവും മൂലം പ്രതിസന്ധിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷീരകർഷക മേഖല. ക്യാമറമാൻ CS ബൈജുവിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. ഏറെക്കാലമായിട്ടുള്ള ക്ഷീരമേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് കർഷകരെ കൂടുതൽ തളർത്തുന്നത്. ഇങ്ങനെ പോയാൽ പോറ്റി വളർത്തിയ കന്നുകാലികളെ വിറ്റ് എല്ലാം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. പ്രതികരണങ്ങൾ നോക്കാം. മെച്ചമുണ്ടാക്കാൻ പറ്റില്ല. ഒരു 2-3 മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന പിടിച്ച് കിട്ടിയാൽ നമുക്ക് ലാഭം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസകൾ മുടക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ വരുകയും ശരിക്ക് നോക്കുകയൊക്കെ ഒക്കെ ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ 6-7 ഉണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണം കുറഞ്ഞു. ഇത് പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ കുറച്ച്. പിന്നെ ഞങ്ങൾ 2 പേരും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കാരണം നമ്മുടെ സമയം പോകും. കുടുംബത്തിലെ കാര്യങ്ങളും ഒരു രീതിയിലൊക്കെ അങ്ങ് നടന്നു പോകും. അങ്ങനെ നിർത്താൻ പറ്റാത്ത രീതിയിൽ കൊണ്ടു നടക്കുക. ഇന്നത്തെ പശുക്കളുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000, 1 ലക്ഷം, 1.5 ലക്ഷം. നല്ല പശുക്കളുടെ വില എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഉൽപ്പാദന ചെലവ് നമുക്ക് ഗണ്യമായി നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെല്ലറ്റിൻ്റെ വിലയാണെങ്കിൽ 1,500 രൂപ, പിണ്ണാക്കുകളാണെങ്കിൽ 2,000-2,500. ആ നിലവാരത്തിലാണ് നമുക്ക് ഫാമുകളിൽ വണ്ടിക്കാശടക്കം നമുക്ക് വരുന്നത്. അപ്പോൾ തീറ്റയിൽ ഉൾപ്പെടുന്ന വില വർധനവാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് കന്നുകാലികളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഒരു ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പശുക്കൾക്ക് ബാധിക്കുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകിട് വീക്കം, അല്ലെങ്കിൽ വയറ് കമ്പനം, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന കുളമ്പ് രോഗം, അങ്ങനത്തെ ഇതൊക്കെ ആൾക്കാർക്ക് അറിയാൻ പാടും. പക്ഷെ ഇന്ന് വരുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലും പേര് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത രീതിയാണ്. തൈലേറിയ അനാപ്ലാസ്മ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ആ രീതിയിലുള്ള അസുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കന്നുകാലികൾ ചത്തുപോകുന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റും
കാര്യങ്ങളും എല്ലാം എടുക്കുമ്പോൾ തന്നെ നല്ലൊരു പൈസയും പശുക്കളെ നമുക്ക് ആ പ്രൊഡക്ഷനിലേക്ക് കിട്ടത്തില്ല. പശുക്കൾ അങ്ങനെ ചത്തുപോയും ഓരോ പ്രശ്നങ്ങളായി പ്രൊഡക്ഷൻ ലഭിക്കാതെ പശുക്കൾ പോവുകയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ക്ഷീരകർഷകർ നല്ലോണം ബുദ്ധിമുട്ടി പണിയെടുത്താലേ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒന്നാമത് പശുക്കൾക്ക് അസുഖങ്ങൾ, മറ്റേ തീറ്റക്ക് വില കൂടുതൽ, പുല്ല് വെട്ടണമെങ്കിൽ തന്നെയും ഒരാൾ മെനക്കെട്ട് വേണമല്ലോ ഇത് പണിയെടുക്കാൻ. ക്ഷീരകർഷകരുടെ ബുദ്ധിമുട്ടും നാട്ടുകാരറിയണ്ടേ. പിന്നെ സാധനങ്ങൾക്ക് വില കൂടുതൽ, നമ്മൾ പണിയെടുക്കണതിന് എന്താ കൂലി? ഒന്നുമില്ല. ആ പണിയെടുക്കൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പശുക്കളിൽ നിന്ന് ഇവർ പാലിന് വില കൂട്ടി തന്നാലല്ലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും സാരംഗ് നൽകും. സാരംഗ്, ഈ കന്നുകാലികൾക്ക് രോഗം പിടിപെടുമ്പോൾ കൃത്യസമയത്ത് വെറ്റിനറി സഹായം ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങളാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ക്ഷീരമേഖലയുടെ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രതിസന്ധികളിലൂടെ ക്ഷീരകർഷകർ കടന്നു പോകുന്നത് എന്നതും ശ്രദ്ധേയമല്ലേ സാരംഗ്? സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങളാണ് ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ. പ്രധാനമായും ഇത്തരത്തിൽ കർഷകരുടെ മറ്റൊരു തരത്തിലുള്ള ആരോപണം ഈ വെറ്റിനറി സഹായം ലഭിക്കുന്നതിലുള്ള കാലതാമസമാണ്. അതായത് പലപ്പോഴായി ഇത്തരത്തിൽ ഈ കന്നുകാലികൾക്ക് രോഗങ്ങൾ പിടിപെടുന്നു. എന്നാൽ ഇത്തരത്തിൽ വെറ്റിനറി സഹായം തേടുമ്പോൾ ഈ ഡോക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ വൈകി അവരുടെ സൗകര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സമയമൊക്കെ അനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ കന്നുകാലികളെ ചികിത്സിക്കാനായി എത്തുന്നതെന്നുള്ള എന്നൊരാരോപണമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും ഈ ആളുകൾ അല്ലെങ്കിൽ കർഷകർ ഇത്തരത്തിൽ വെറ്റിനറി സഹായം തേടാതെ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളെ അല്ലെങ്കിൽ ഡോക്ടർമാരെയൊക്കെ സമീപിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ചിലവാണ് വർദ്ധിപ്പിക്കുന്നത്. അതായത് സ്വകാര്യ ആശുപത്രികളിലേക്ക് തന്നെ ഡോക്ടർമാരെ തന്നെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഗതാഗതം ഉൾപ്പെടെയുള്ള തരത്തിലുള്ള എല്ലാ ചിലവുകളും ഇത്തരത്തിൽ കർഷകർ വഹിക്കേണ്ടി വരുന്നു. ഇത് ഒരു ഭീമമായ തുക തന്നെ പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഈ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് ഇത്തരത്തിൽ രോഗാവസ്ഥ പിടിപെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴായി ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള ഡോക്ടർമാരെ കൊണ്ടെത്തിക്കേണ്ട ഒരു സാഹചര്യങ്ങളും വരുന്നതായിട്ടാണ് നിലവിൽ എന്തായാലും കർഷകർ ഉന്നയിക്കുന്ന പ്രധാനമായ ആരോപണം. എന്തിനായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏതായാലും 10-20 കണക്കിന് പശുക്കൾ ഉണ്ടായിരുന്ന ഫാമുകളിൽ നിലവിൽ വിരലിലെണ്ണാവുന്ന വളരെ ചുരുങ്ങിയ പശുക്കൾ മാത്രമാണുള്ളത്. അതായത് പാലിൻ്റെ അളവ് കുറഞ്ഞത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുകയും ചെയ്തു. പ്രധാനമായും ഇത്തരത്തിൽ കന്നുകാലികളുടെ തീറ്റയുമായി ബന്ധപ്പെട്ട് വലിയ വർധനവാണ് ഉയർന്നത്. അതായത് കേരള ഫീഡ് ഉൾപ്പെടെയുള്ള എല്ലാ കന്നുകാലി തീറ്റകൾക്കും ഉൾപ്പെടെ വില വർധനവ് ഉണ്ടായി. അത് പ്രധാനമായും ഇത്തരത്തിൽ കമ്പനികൾ അവരുടേതായ രീതിയിൽ പല സമയത്ത് അല്ലെങ്കിൽ പല കാലഘട്ടത്തിൽ ഇത് ഉയർത്തുന്നു. ഇങ്ങനെ ഉൾപ്പെടെയുള്ള പല കാരണങ്ങളാൽ തന്നെ കാർഷിക മേഖല അല്ലെങ്കിൽ ക്ഷീരമേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനായാലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ക്ഷീരകർഷകർ വ്യക്തമാക്കുന്നത്.